ഫുൾക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് മാവ് പല രീതിയിലാണ് കിട്ടുന്നത്. ചിലതിൽ നല്ല തരിയായിരിക്കും, ചിലത് നല്ല ഫൈനായിട്ടുള്ള ഗോതമ്പ് മാവായിരിക്കും. ഇപ്പോൾ ചെറിയ തരിയുള്ള ഗോതമ്പ് മാവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം കുറച്ച് തരിയുള്ള ഗോതമ്പ് മാവാണെങ്കിൽ നല്ലതുപോലെ പൊങ്ങി വരില്ല, അതുകൊണ്ടാണ്. എന്തായാലും ഇത് നല്ല ഫൈനായിട്ടുള്ള ഗോതമ്പ് മാവാണ്. ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ്. മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വാട്ടറാണിത്. ചെറിയ വാം വാട്ടറാണ്, അതായത് റൂം ടെമ്പറേച്ചറിൽ നിന്നും ഒരു അല്പം കൂടി ചൂടായിട്ടുള്ളതാണ്. ചെറിയ ഇളം ചൂടുവെള്ളമാണ്. ഈ ഇളം ചൂടുവെള്ളം മാവിലൊഴിച്ച് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഈ മാവ് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും. എത്രത്തോളം വെള്ളം മാവ് അബ്സോർബ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഫുൾക്കയും. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും മാവ് കുഴച്ചെടുക്കുന്ന ബൗള് കുറച്ചുകൂടി വലിപ്പത്തിലുള്ളത് നോക്കി വേണം എടുക്കാനായിട്ട്. നല്ല ചെറിയ ബൗളിലിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കരുത്, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വെള്ളം ഈ മാവ് അബ്സോർബ് ചെയ്തെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആവും നമ്മുടെ ഫുൾക്കയും. ഇപ്പോൾ ഡയറ്റിലൊക്കെ ഇരിക്കുന്നവരെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗോതമ്പ് മാവ്. ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ചപ്പാത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയി പോകുന്നതെന്ന്. ഈ രീതിയിൽ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഡ്രൈ ആവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. മാവ് ഞാനിപ്പോൾ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വെള്ളം മാവിൽ ഒഴിച്ചു കൊടുക്കുന്നു അത്രയും നല്ലതാണ്. ഒരിക്കലും മാവ് നല്ല ഹാർഡായിട്ട് ഇരിക്കരുത്. ഹാർഡായിട്ട് ഇരിക്കുന്നത് വെള്ളം കുറവാണെങ്കിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെക്കാം. അത്രയും സമയം കൊണ്ട് ഇത് ഒന്നുകൂടി സോഫ്റ്റ് ആവും. ഇത് ചെറിയ വെറ്റായിട്ടുള്ള ഒരു ക്ലോത്താണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കരുത്. ആ മാവിലുള്ള വാട്ടർ കൂടി ആ ക്ലോത്ത് വലിച്ചെടുക്കും. അതിൻ്റെ പേരിൽ ചെറിയ വെറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് വേണം ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് മാറ്റി വെക്കേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. മാവെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം. അതിനു മുന്നേ ഇത് ചെറുതായിട്ട് ഒന്നുകൂടി കുഴച്ചു കൊടുക്കണം. ഇങ്ങനെ കുഴച്ചു കൊടുക്കുന്നത് മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി മാറ്റാം. സാധാരണ പൂരിയുടെ അളവിന് എടുക്കുന്ന ആ ഉരുളയേക്കാളും ഒരല്പം കൂടി വലിപ്പത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഫുൾക്ക ഒരുപാട് വലിപ്പത്തിൽ എടുക്കാൻ പാടില്ല. അതിനൊരു ചെറിയൊരു സൈസ് ഉണ്ട്, അപ്പോൾ ആ സൈസിൽ വേണം അത് എടുക്കാനായിട്ട്. ഒരുപാട് നമ്മൾ പരത്തേയില്ല. ഇത് പൂരിയുടെ വലിപ്പത്തിനേക്കാളും ഒരല്പം കൂടി വലിപ്പം കൂടുതൽ മാത്രമേ വരുന്നുള്ളൂ ഇതിന്. എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അളവിൽ കുറച്ച് മാവ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പരത്തുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാവ് ചേർക്കുന്നത്. ഫസ്റ്റ് ഒരു തവണ ഈ മാവിൽ മുക്കി ഞാൻ പരത്തിയാണ്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മാവിൽ മുക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. മാവ് പരത്തിയെടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് തിന്നാവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ വേണം ഇത് നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായാൽ ഇത് നല്ലതുപോലെ പൊങ്ങി വരില്ല. ഇതുപോലൊരു അളവിൽ വേണം നമ്മൾ ഓരോ ചപ്പാത്തിയും പരത്തിയെടുക്കാനായിട്ട്. ഇനി ഒന്നുകൂടി ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുപാട് മാവ് നമ്മൾ ഇതിന് പുറത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, എങ്കിൽ അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം മാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇനി ബാക്കി വരുന്ന മാവ് കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഫുൾക്ക തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു തവയാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ തവയുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനി ഓരോ ഫുൾക്കായിട്ട് ചുട്ടെടുക്കാം. തവ കുറച്ച് നല്ലതുപോലെ ചൂടായിരിക്കണം. അതിലേക്കാണ് നമ്മൾ ഈ ഫുൾക്ക ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സൈഡ് ഒരു 1/4 ഭാഗത്തോളം കുക്കായാൽ മതി. അത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇച്ചിരി കുറച്ച് നല്ലതുപോലെ കുക്കാവണം. ഇപ്പോൾ ഇതിനടിയിൽ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ വന്നുവെങ്കിൽ നമുക്കിതെടുത്ത് നേരെ ഫ്ലെയിമിലേക്ക് വെക്കാം. നമ്മളെ ഫുൾക്ക നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനായാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിക്നിക്കിന് പോവുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് കൊണ്ടുപോകാം. ഇതേ സോഫ്റ്റോടെ തന്നെ അത് എത്ര സമയം വരെ വേണമെങ്കിലും ഇരിക്കും, ഒരു കുഴപ്പവും വരില്ല. ഇതിപ്പോൾ ഇന്ന് ഈ ഫുൾക്ക തയ്യാറാക്കി പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ പോലും ഇതേ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. കാരണം നമ്മളിതിൽ പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ പേരിൽ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും. ഇതേ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ മറുവശം ബ്രൗൺ കളർ ആയോ നോക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് ഫ്ലെയിമിലേക്ക് വെക്കാം. ഇപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് സൈഡിൽ കൂടി സ്റ്റീം പോകുന്നത് കണ്ടോ? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പരത്തുന്ന സമയത്ത് കുറച്ച് നല്ല തിന്നായി പോയാൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഇതിൽ ഹോൾ വീണിട്ട് ഇതിൻ്റെ സ്റ്റീം പുറത്തേക്ക് പോകും. അപ്പോഴത്തേക്കും നല്ല ഇങ്ങനെ പൊങ്ങി വരില്ല അത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം നിങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നല്ല തിന്നായിട്ടോ നല്ല തിക്കായിട്ടോ പരത്തിയെടുക്കരുതെന്ന്. ഒരു മീഡിയം സൈസിൽ ഇത് പരത്തിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഫ്ലെയിമിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലേ വേണം ഇത് പരത്തിയെടുക്കാനും. ഓവറായിട്ട് നമ്മളിത് പരത്തിയെടുക്കരുത്. ഫുൾക്ക സാധാരണ പെട്ടെന്നൊന്നും ആർക്കും വീട്ടിൽ വെക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്കിത് സിമ്പിളായിട്ട് ഇത്രയും ഈസി ആയിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. എന്ത് ഭംഗിയായിട്ട് ഇത് പൊങ്ങി വരുന്നത് കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങളും ഈസി ആയിട്ട് ഇനി ഫുൾക്ക വീട്ടിൽ തയ്യാറാക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ഫുൾക്കയും ചുട്ടെടുക്കാവുന്നതാണ്. മിക്കവർക്കും ഇതുപോലെ ഫുൾക്കയായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഇതുപോലെ ട്രൈ ചെയ്താൽ വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ട്രൈ ചെയ്തതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കമൻറ്റ്സ് തന്നെ നിങ്ങൾ മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റ്സുമാണ് ഇത് മറ്റുള്ളവർക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷമീസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.